ബൈ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ രാവിലെ തന്നെ ചക്ക ലാവുമെന്ന് തൂട്ടി കെട്ടിയിട്ട് താഴെ തള്ളിയിട്ട് ഇനി പച്ച ചക്കയാണ്. ഇത് നമ്മൾ പൊരിക്കാനുള്ള പരിപാടിയാണ്. ഇനി അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ ചോള അതിലുണ്ടാവുന്ന പൂണ്ടി കുരു ഒക്കെ ഒഴിവാക്കി അതെന്ത് ചെയ്യണം, വൃത്തിയാക്കി എടുക്കണം. നമ്മൾ ചക്ക ഇട്ടു, കട്ട് ചെയ്തു, അതിൻ്റെ ചോളകൾ വേറിട്ടി, പിന്നെ അതിൻ്റെ പോണ്ടി എന്ന സാധനമാണിത്. ഈ പോണ്ടി വേറെ ചവളി ഇത് വേറെ കുരുവാണിത്. ഇതാണ് കുരു. ഈ കുരു പുഴുങ്ങിയിട്ട് എല്ലാം പാല് കൂട്ടിയിട്ട് അടിച്ചാൽ നല്ല ബദാം മിൽക്ക് പോലത്തെ ജ്യൂസ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ചക്കകൾ കട്ട് ചെയ്തിട്ട് ഇനി അത് എന്ത് ചെയ്യുക, ഇതിമത്താണ് ഇത് പോണ്ടി ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ പോണ്ടി വേറാക്കുക, ചോള അങ്ങോട്ടിടുക, കുരു അങ്ങോട്ടിടുക, വേറാക്കി നല്ല വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് നീളങ്ങത്തിൽ ചീന്തിയെടുക്കുക. അതുപോലെ ഇങ്ങനെ ഈ വലിപ്പത്തിൽ ചീന്തിയെടുക്കണം. അങ്ങനെ ഉഷാറായതിൻ്റെ ശേഷം നല്ല എണ്ണയിലോ വെളിച്ചെണ്ണയിൽ നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ ഓയിലിലോ പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും ഇപ്പോൾ ചക്ക വെറുതെ കേടുന്ന് പോകുന്നുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ മാർക്കറ്റിൽ ഭയങ്കര വിലയാണ്. അപ്പോൾ ഒഴിവിട്ടുന്ന സമയത്തൊക്കെ പക്ഷികളൊക്കെ ഉണ്ടാവും അണ്ണാൻ, അവർക്കൊക്കെ കൊടുത്തിൻ്റെ കുറച്ചൊക്കെ അവർക്കും കൊടുക്കണം. ഫുള്ളായിട്ട് എന്ത് ചെയ്യരുത്, തള്ളിയിടരുത്. ഒരു 1-2 അവർക്ക് തിന്നാൻ വേണ്ടി അവർക്ക് വെക്കുക. അത് ലാഭം വെച്ചാൽ മതി. എന്ത് ചെയ്യും, ഓലെ ഫുഡാണത്, അവർക്കും കൂടി അവകാശമുള്ള സാധനമാണ് പഴങ്ങൾ. അപ്പോൾ ഓരോ പഴത്തിനും അതിൻ്റെതായ സീസണുകളിൽ നമ്മളത് നല്ല ഉപയോഗിക്കണം. ചക്കൻ്റെ സീസൺ വരുമ്പോൾ ചക്ക നല്ല തിന്നണം, മാങ്ങൻ്റെ സീസൺ വരുമ്പോൾ മാങ്ങ നല്ല തിന്നണം. അങ്ങനെ ഓരോ പഴത്തിനും ഓരോ സീസൺ ഉണ്ട്. ഒക്കെ നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ചിലർ പഴുപ്പിച്ച് കൊണ്ട് തിന്നും. പച്ചുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൂക്ഷിച്ച് വെക്കുകയാണ്. കുറേ ദിവസം എന്ത് ചെയ്യും, വൈകുന്നേര സമയങ്ങളിലൊക്കെ കട്ടൻ ചായ ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. കട്ടൻ ചായയും ചക്ക ചിപ്സും ഒരു നല്ല സംഭവമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വെറുതെ കേടെടുത്തി കളയാതെ. ചില പറമ്പുകൾ നടക്കാൻ കഴിയില്ല, കാരണം അവർക്കിട്ട് വീഴ്ച, അവർക്കിട്ട് ആകെ വൃത്തികളുണ്ടാവും. അപ്പോൾ അതൊന്നും കേടെടുത്തി കളയരുത്. ഇതൊക്കെ പ്രകൃതി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ഔഷധങ്ങളാണ്. ചക്കയിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ചക്കക്കുരുവിൽ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഇതിൻ്റെ തരങ്ങ് കളയാതെ ക്യാൻസറിന് വരെ മരുന്നാണെന്നാണ് പറയുന്നത് ഈ ചക്കക്കുരു. അപ്പോൾ ഓക്കെ, എല്ലാവരും അത് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കി. അങ്ങനെ ഉപ്പ് പുരട്ടി വെച്ച ചക്കൻ്റെ ചീന്തി വെച്ചതാണ്, ചെറുതായി ചീന്തി വെച്ച സാധനമാണിത്. ഉപ്പ് പുരട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വെളിച്ചെണ്ണയിലിട്ടിട്ട് അല്ലെങ്കിൽ ഓയിലിലിട്ടിട്ട് വറുത്തെടുക്കും. നല്ല മൂക്കണത് വരെ പൊരിച്ചെടുക്കുക. അങ്ങനെ ചട്ടി വെച്ച് ചട്ടിയിൽ ഞങ്ങൾ ഓയിൽ ഒഴിക്കണം. ഓയിലാകുമ്പോൾ കുറേ സിരിക്കും, വെളിച്ചെണ്ണ അതിൽ കുറേ സിരിക്കൂല, ഓയിലാകുമ്പോൾ കാറൂല. അങ്ങനെ എണ്ണ നല്ല തിളച്ച് വന്നതിന് ശേഷം നമ്മളെ ഉപ്പ്
ലേശം പുരട്ടി ഒന്നായിട്ട് കുഴക്കുക. കുഴച്ചതിന് ശേഷം ആ ചക്ക കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുക്കുക. നല്ല മുങ്ങണ രീതിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിന് കോരിയെടുക്കുക. അങ്ങനെ തിളച്ച എണ്ണയിലേക്ക് കുറേശ്ശെ നമ്മൾ ഈ ചീന്തി വെച്ച ചക്ക ഇട്ടതിന് ശേഷം മൂത്തതിന് ശേഷം കോരിയെടുക്കുക. ഒരു ഓട്ടമുള്ള കൊട്ടയിലേക്ക് പേപ്പറൊക്കെ വെച്ചതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ കോരിയിടുക. Ready? 1, 2, start. അങ്ങനെ നമ്മളെ ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു. Hi, bye.